ഹലോ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രെയിൻ അനാട്ടമീനെ കുറിച്ചാണ്. ബ്രെയിൻ അനാട്ടമി ഇച്ചിരിയും കൂടെ മനസ്സിലാക്കിയാൽ ഫർദർ നമുക്ക് FACR ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടും. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബ്രെയിൻ. ബ്രെയിനിൻ്റെ ഏറ്റവും സുപ്പീരിയർ മോസ്റ്റ് ഭാഗം വിൽ ബി യോർ സെറിബ്രം. സെറിബ്രമിൻ്റെ താഴെ സെറിബെലം ആൻഡ് അതിൻ്റെ താഴെ ബ്രെയിൻ സ്റ്റെം. And also the brain is divided into a left hemisphere and a right hemisphere, which we'll discuss later. So namalde cerebrum, as I said, is a superior most part and it takes most portion of your skull. So adu nammal 4 bhagamayitte divide cheyidittundu for further understanding. The first part is your frontal lobe, then is your parietal lobe, then there's a temporal lobe, and below and behind is your occipital lobe. ഇനി നമുക്ക് ഫ്രണ്ടൽ ലോബിൻ്റെ ഫങ്ഷൻസിനെ കുറിച്ച് പറയാം. സോ ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് പ്രോബ്ലം സോൾവിങ്, ജഡ്ജ്മെൻറ്റ്, ഇൻഹിബിഷൻ, പേഴ്സണാലിറ്റി, ഇമോഷണൽ ട്രേറ്റ്സ്, ലാംഗ്വേജ് പ്രൊഡക്ഷൻ ആൻഡ് മോട്ടർ പ്ലാനിങ്. മൂവിങ് ഓൺ ടു parietal ലോബിൻ്റെ ഫങ്ഷൻസ്. സെൻസറി ഫങ്ഷൻസ്, സ്പേഷ്യൽ പെർസെപ്ഷൻ, വിഷ്വൽ പെർസെപ്ഷൻ, അക്കാഡമിക്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്, ആൻഡ് ഫൈനലി കാൽക്കുലേഷൻ. അടുത്തത് ടെമ്പോറൽ ലോബിൻ്റെ ഫങ്ഷൻ. ടെമ്പോറൽ ലോബ് ഇസ് ഓൾസോ ദ ലോബ് ദാറ്റ് ഇസ് മോസ്റ്റ്ലി യൂസ്ഡ് ഫോർ മ്യൂസിക് അവെയർനെസ്. പിന്നെ അണ്ടർസ്റ്റാൻഡിങ് ലാംഗ്വേജ്, ഓർഗനൈസേഷൻ ആൻഡ് സീക്വൻസിങ്, ഇൻഫർമേഷൻ റിട്രീവൽ, മെമ്മറി, ലേണിംഗ് ആൻഡ് ഫീലിംഗ്. ഫൈനലി ദി ഓസിപിറ്റൽ ലോബ്. ഓസിപിറ്റൽ ലോബിൽ main function is visual perception, interpretation and reading. Now moving further down, നമ്മളിപ്പം കവർ ചെയ്തത് സെറിബ്രം ആണ്. താഴെ വരുന്നതാണ് സെറിബെലം. സെറിബെലം is mainly for coordination and balance. അതിൻ്റെ താഴെ ബ്രെയിൻ സ്റ്റെം. ബ്രെയിൻ സ്റ്റെം is in charge of senses of balance, reflexes, breathing, digestion, swallowing, consciousness, temperature and alertness. ഇനി നമുക്ക് ലെഫ്റ്റ് ഹെമിസ്ഫിയർ ആൻഡ് റൈറ്റ് ഹെമിസ്ഫിയറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ലെഫ്റ്റ് ഹെമിസ്ഫിയർ മോസ്റ്റ്ലി ആൾക്കാരിൽ ഡോമിനൻറ്റ് ഹെമിസ്ഫിയർ എന്നാണ് പറയപ്പെടുന്നത്. ഇറ്റ് ഈസ് ബിക്കോസ് ഇറ്റ് ഈസ് ഇൻ ചാർജ് ഓഫ് യുവർ ലാംഗ്വേജ്, യുവർ റൈറ്റ് സൈഡ് മോട്ടർ ഫങ്ഷൻസ് ആൻഡ് റീസണിങ് സ്കിൽസ്. ഇനി റൈറ്റ് ഹെമിസ്ഫിയർ ഇസ് ഇൻ ചാർജ് ഓഫ് ഇമാജിനേഷൻ. ഇറ്റ് ടേക്സ് കെയർ ഓഫ് യുവർ ലെഫ്റ്റ് മോട്ടർ സ്കിൽസ്, സീക്വൻസിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് സ്പീച്ചിനായിട്ട് ആവശ്യമുള്ള ചെറിയ ചെറിയ സ്പീച്ച് ഏരിയാസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് വൺ ഇസ് ദ ബ്രോക്കാസ് ഏരിയ ദാറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ യുവർ ഫ്രോണ്ടൽ ലോബ്. ആൻഡ് അവിടുന്ന് സ്പീച്ച് പ്രൊഡക്ഷനാണ് ഉണ്ടാവുന്നത്. ഈ സ്പീച്ച് പ്രൊഡക്ഷൻ ഇസ് ടേക്കൺ ഓവർ ബൈ യുവർ മോട്ടർ കോർട്ടെക്സ്. മോട്ടർ കോർട്ടെക്സിൻ്റെ പേർപ്പസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മസിൽ മൂവ്മെൻറ്റിനുള്ള മെസ്സേജ് കൊടുക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് പറയാനുള്ളത് ഇസ് അബൌട്ട് Wernicke's ഏരിയ. Wernicke's area is in charge of your comprehension. സ്പീച്ചിന് 2 ഏരിയാസ് ഉണ്ട്. ഒന്ന് നമുക്ക് പ്രൊഡക്ഷൻ, 2 is your comprehension. Comprehension is understanding speech. ആ ഏരിയ ആണ് Wernicke's ഏരിയ ദാറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ യുവർ ടെമ്പോറൽ ലോബ്. ടെമ്പോറൽ ലോബിൽ തന്നെയുള്ള വേറൊരു മെയിൻ ഏരിയ ഇസ് യുവർ ഹെഷൽസ് ഗൈറസ്. അതൊരു ഗൈറസ് എന്ന് പറയുമ്പം നമ്മുടെ ബ്രെയിനിൻ്റെ നമ്മൾ നേരത്തെ കണ്ട ഫിഗറിലുണ്ട്. ദർ ഈസ് എ ഫിഷർ വിച്ച് ഇസ് ദ ഡെപ്ത് ആൻഡ് ദെയർസ് എ ഗൈറസ്. ഗൈറസ് കുറച്ച് പൊങ്ങിയ ഏരിയ ആണ്. അങ്ങനെ പൊങ്ങിയിരിക്കുന്ന ഒരു ഏരിയയ്ക്കാണ് ഏരിയ ദാറ്റ് ഇസ് ഇൻ ചാർജ് ഓഫ് പ്രൊഡക്ഷൻ ഫോർ ഫൊണോളജിക്കൽ പ്രൊഡക്ഷൻ ആൻഡ് ഫോർ സെമാൻറ്റിക് പ്രോസസ്സിങ്. ഈ കാര്യങ്ങളിലെ റെസ്പോൺസിബിലിറ്റിയാണ് ഹെഷൽസ് ഗൈറസ് ഏറ്റെടുക്കുന്നത്. ആൻഡ് ഫൈനലി നമ്മുടെ ബ്രോക്കാസ് ഏരിയ ആൻഡ് Wernicke's ഏരിയ. ഈ പ്രോസസ്സിങ്ങും അണ്ടർസ്റ്റാൻഡിങ്ങും തമ്മിലുള്ള കണക്ഷൻ ഇസ് ബൈ arcuate fasciculus. ഇത് ഒരു സൈക്ലിക് പ്രോസസ്സാണ്. സോ യുവർ Wernicke's ഏരിയ നമ്മൾ പറയുന്ന അല്ലെങ്കിൽ നമ്മളൊരു കോൺവെർസേഷനിൽ ഒരാൾക്ക് കൊടുക്കുന്ന മെസ്സേജ് പ്രോസസ്സ് ചെയ്യുന്നു. അവിടുന്ന് ഇറ്റ് ഈസ് ഗോയിങ് ടു ദ ബ്രോക്കാസ് ഏരിയ ഫോർ യുവർ ആൻസർ. ആൻഡ് അവിടെ സ്പീച്ചിൻ്റെ content produce ചെയ്യുന്നു. that goes to the motor cortex and this allows your facial muscles to move to produce speech. This is how speech happens in your brain. ഇതിൽ further speech areas ഉണ്ട്, but these are the main areas that you need to be concerned about.